എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ഇതുപോലെ ഐസ് ക്യൂബ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അതുപോലെ പുതുതായി വന്നവർ പ്രീവിയസ് വീഡിയോസും കണ്ടു നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്തെല്ലാമാണെന്ന് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, എണ്ണയൊക്കെ ഒഴിച്ച് വയ്ക്കുന്ന ബോട്ടിലൊക്കെ നമുക്ക് കഴുകിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് സമയം അതിനു വേണ്ടി ചിലവഴിച്ചാൽ അതൊന്ന് നീറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് ക്ലീൻ ആക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ പറയുന്നത്. ആദ്യം ഈ ബോട്ടിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇടുക, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുലുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ചിങ്ങനെ ആ ഒരു എണ്ണയൊക്കെ പോന്നിട്ട് ഇങ്ങനെ ഒരു കട്ടയ പോലെ വരും. അപ്പോൾ നമുക്ക് കുറച്ച് ഡിഷ് വാഷ് വെച്ചിട്ട് കഴുകിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിപ്പോൾ കുലുക്കി കഴിയുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ആകെ മൂടൽ പോലെ പിടിച്ച പോലെ ഇങ്ങനെ കട്ട പോലെ ആയിട്ട് വരും. ഇനി ഞാനതിൽ കുറച്ച് ഡിഷ് വാഷും കൂടെ ആക്കിയിട്ട് ഒന്ന് കഴുകുമ്പോഴേക്കും നല്ലോണം വൃത്തിയായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ കുലുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഡിഷ് വാഷും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതായാലും മതി. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ, ചില സമയത്ത് നമ്മൾ കുക്കറിൽ ചോറ് വയ്ക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആകെ കുഴഞ്ഞു പോവുകയോ അല്ലെങ്കിൽ വേവൊക്കെ കൂടി പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ കുക്കർ തുറക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ആ സമയത്ത് വേഗം കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് കുറച്ച് ടെമ്പറേച്ചർ കുറയുമല്ലോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഊറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു വേവ് കൂടിയത് ശരിയായിക്കോളും. അപ്പോൾ പ്രത്യേകിച്ച് റേഷൻ്റെ അരിയൊക്കെ ആണെങ്കിലാണ് ഈ ഒരു പ്രോബ്ലം കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമുക്ക് എവിടെയെങ്കിലും ഉളുക്കുകയോ അതല്ലെങ്കിൽ ശരീരം വേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതുപോലൊരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് വയ്ക്കുക ഐസ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് ഇതുപോലെ പുറത്തെടുക്കുക. അപ്പോൾ കുറച്ചൊരു വലിയ സൈസിൽ കിട്ടുമല്ലോ ഐസ് ക്യൂബിനേക്കാളും. അപ്പോൾ നമ്മളിതിനെ ഒരു തുണിയിൽ കവർ ചെയ്തിട്ട് നമുക്ക് ശരീരവേദനയോ അല്ലെങ്കിൽ ഉളുക്കൊക്കെ ഉള്ള സ്ഥലത്ത് ഒന്നിങ്ങനെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 2 ദിവസമൊക്കെ അങ്ങനെ ചെയ്യുമ്പോഴേക്കും നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആവിയൊക്കെ പിടിക്കുന്നതിന് പകരം ഈ ഒരു മെത്തേഡും പരീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കിച്ചണിലൊക്കെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ കൈയൊക്കെ ചീനച്ചട്ടിയിൽ എവിടെയെങ്കിലുമൊക്കെ തട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പൊള്ളുകയാണെങ്കിൽ വേഗം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് വെച്ച് കൊടുക്കുക എന്നുള്ളത്. കുറച്ച് നന്നായിട്ട് ഇങ്ങനെ കുറച്ച് സമയം വെച്ച് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ അധികം പൊളച്ച് വരാണ്ടൊക്കെ കാര്യം കൊണ്ട് മാറിക്കോളൂ കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ, നാരങ്ങയുടെ തൊലിയൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് അത് കുറച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഒരു 5 മിനിറ്റ് തിളപ്പിക്കുമ്പോൾ ആ ഒരു പുളി ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും. അതിൽ ലേശം ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഐസ് ട്രേയിൽ ഒഴിച്ച് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഐസ് ക്യൂബായിട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അത് നമ്മൾ ഇതുപോലെ ഒരു തുണിയിൽ കവർ ചെയ്തിട്ട് നമ്മുടെ കിച്ചണിലുള്ള ടൈൽസൊക്കെ ഇല്ലേ, ടൈൽസിലൊക്കെ എന്തെങ്കിലും എണ്ണമയം അതുപോലെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് ആ ഒരു തുണിയിൽ കവർ ചെയ്ത ഐസ് ക്യൂബ് വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ അഴുക്കൊക്കെ പോയിട്ട് ക്ലീൻ ആക്കാൻ പറ്റും കേട്ടോ നമുക്ക്. അതുപോലെ തന്നെ കിച്ചണിലെ സിങ്ക് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതുപോലെ ഒരു ഐസ് ക്യൂബ് ഇട്ട് വയ്ക്കുക. അപ്പോൾ അവിടെ എന്തെങ്കിലും സ്മെല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. ഐസ് ക്യൂബ് ആകുമ്പോൾ പതുക്കെ അലിയുള്ളൂ. അപ്പോൾ അത് കുറച്ച് നേരം അങ്ങനെ കിടന്നോളൂ അവിടെ. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ടേബിളൊക്കെ ക്ലീൻ ചെയ്യാനും ഈ ഒരു ഐസ് ക്യൂബ് ഒരു തുണിയിൽ കവർ ചെയ്തിട്ടിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് തുടച്ച് കൊടുത്താൽ മതി. അപ്പോൾ നാരങ്ങയുടെ ആ ഒരു എക്സ്ട്രാക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഒരു ഐസ് ട്രേയിൽ ഒഴിച്ച് വെച്ചിട്ട് അത് നമ്മൾ ഐസായി കഴിയുമ്പോൾ ആ ട്രേ ഒഴിച്ചിട്ട് അതൊരു ബോക്സിലിട്ട് വെച്ചാൽ മതി. ട്രേയിൽ തന്നെ വെച്ചിട്ട് ഇരിക്കണമെന്നില്ല. ഇപ്പോൾ ഒരുപാട് ട്രേ ഒന്നും നമ്മുടെ വീട്ടിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഐസായി കഴിയുമ്പോൾ നമുക്കതൊരു ബോക്സിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ഇരുന്നോളൂ. അത് ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ, അത് പിന്നെ അറിയാമല്ലോ. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തൈരൊക്കെ മിക്സിയിൽ അടിച്ചിട്ട് മോരാക്കുന്ന സമയത്തോ അതുപോലെ പാൽപ്പാടയൊക്കെ ഇങ്ങനെ കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ട് വെണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിൽ അടിക്കില്ലേ, അപ്പോഴായാലും നമ്മൾ ആ ഒരു തൈരിൻ്റെ ഒപ്പം ഇതുപോലെ ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് അടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെണ്ണ അതിലുണ്ടെങ്കിൽ ഇങ്ങനെ വരും കേട്ടോ. കറക്റ്റ് നമുക്കിങ്ങനെ സ്പൂൺ കൊണ്ട് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ പാക്കറ്റ് പാലുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള തൈരാണ്, അതുകൊണ്ടാണ് ഇതിലൊന്നും ഇല്ലാത്തത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നാടൻ പാലൊക്കെ ആണെങ്കിൽ കറക്റ്റ് നന്നായിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിലും ആ ഒരു വെണ്ണയുടെ അംശം നമ്മൾ കഴിക്കൂലല്ലോ. അപ്പോൾ അത് മാറ്റി വയ്ക്കുക. അതൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക എല്ലാവരും. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ, ദോശ ഇഡലിയൊക്കെ നന്നാവുന്നില്ല എന്ന് പരാതിയുള്ളവർക്കുള്ള ഒരു ടിപ്പാണ്. ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ നമ്മൾ അരയ്ക്കുമ്പോൾ അതിൽ ഒന്നുകിൽ ഐസ് വാട്ടർ ഒഴിച്ചിട്ട് അരയ്ക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് അരയ്ക്കുക. അപ്പോൾ മിക്സി ഒരിക്കലും ചൂടാവില്ല. ചൂട് വരുമ്പോൾ ആ ഒരു തണുപ്പാണല്ലോ ഇതിലുള്ളത്, അതുകൊണ്ട് അതിങ്ങനെ ബാലൻസ് ആയിട്ട് പോയിക്കോളും. അപ്പോൾ മിക്സി ചൂടാവുമ്പോൾ നമ്മുടെ ആ ഒരു ഇഡ്ഡലിയുടെയോ അല്ലെങ്കിൽ ദോശയുടെ മാവ് അത്ര നന്നായിട്ട് പൊങ്ങി വരില്ല. അപ്പോൾ അത് ചൂടാവാതിരിക്കാൻ നമുക്ക് ഈ ഒരു ട്രിക്ക് പ്രയോഗിക്കാം. അപ്പോൾ നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വരും, നല്ല പൊങ്ങി വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കൂ.
അടുത്ത ടിപ്പ് തലവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ മാറാനുള്ള ഒരു ട്രിക്കാണ്. ഇതുപോലെ ഒരു തുണി നനച്ചിട്ട് നമ്മൾ അത് നെറ്റിയിലിട്ട് കിടക്കുക. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഐസ് ക്യൂബ് ഒരു തുണിയിൽ കവർ ചെയ്തിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ലോണം തണുപ്പ് വരില്ലേ, അപ്പോൾ നല്ലോണം ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. തലവേദന കുറച്ച് കഴിയുമ്പോൾ കുറയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും അറിയാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തതായിട്ട് തല എവിടെയെങ്കിലുമൊക്കെ ഇടിച്ചിട്ട് മുഴയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഐസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഒഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മുഴച്ച് വന്നതൊക്കെ മാറിയിട്ട് നോർമലാവും കേട്ടോ. അത് എത്ര വലുതായിട്ട് വന്നാലും അത് നല്ല റിസൾട്ടാണ്. ഞാൻ ഒരുപാട് തവണ അങ്ങനെ ട്രൈ ചെയ്യാറുള്ളതാണ് കേട്ടോ. നല്ലോണം റിസൾട്ട് ഉണ്ടാവും. എല്ലാവരും അറിയാത്തവരാണെങ്കിൽ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുഞ്ഞുങ്ങളുള്ളവർക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഐസ് ക്യൂബ് ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒരെണ്ണെങ്കിലും നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ പ്ലീസ് ഈ വീഡിയോന് ലൈക്ക് തരണേ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് കിട്ടും. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ടിപ്സിൻ്റെ വീഡിയോസൊക്കെ കാണാം കേട്ടോ. അതുപോലെ ചിലർക്കൊരു പരാതിയുണ്ട്, ഞാൻ കമൻറ്റിന് റിപ്ലൈ തരുന്നില്ല എന്ന്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് കമൻറ്റ്സ് ഉണ്ടാകുമ്പോൾ നമുക്കെല്ലാം ചിലപ്പോൾ അങ്ങനെ കാണില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. കാണുന്ന എല്ലാ കമൻറ്റ്സിനും ഞാൻ റിപ്ലൈ എന്തായാലും തരാറുണ്ട്. പിന്നെ പുതിയ വീഡിയോസും ഞാൻ എപ്പോഴും തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോഴും കമൻറ്റിനൊക്കെ റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് അറിയാനുണ്ടെങ്കിൽ പുതിയ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പെട്ടെന്ന് തന്നെ ഉത്തരം തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്